തൃക്കാക്കരയിൽ ഇത്തവണ മാറ്റം ഉറപ്പെന്നാണ് LDF സ്ഥാനാർത്ഥിയായ പുഷ്പദാസ് പറയുന്നത്. വികസന കാര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രചാരണം നടത്തുന്നത്. ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വേനൽ ചൂട് പ്രചാരണത്തെ ബാധിക്കില്ല എന്നും പുഷ്പദാസ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി പുഷ്പദാസ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ പരമാവധി ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി. എങ്ങനെ പോകുന്നു പ്രചരണം? ഇന്ന് തുടങ്ങിയേക്കാണ്. എങ്ങനെയുണ്ട്? വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ആവേശമുണ്ട്. ഈ തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും LDFന് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ അടിത്തറ ഗുണകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വജ്രായുധം? എന്താണ് വജ്രായുധം? ഈ മണ്ഡലത്തിന്റെ വികസന ആവശ്യങ്ങൾ തന്നെയാണ്. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ ഗതാഗത പ്രശ്നം, മാലിന്യ പ്രശ്നം. അപ്പോൾ അതൊക്കെ തന്നെ ഒരു വികസന ആവശ്യവും ഉള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ നല്ല വികസന സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ജോ ജോസഫ്. ഇത്തവണ എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ്? തീർച്ചയായിട്ടും. കാരണം കേരളം മാറുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷമായിട്ട്. എന്നാൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യാതൊരു മാറ്റവുമില്ലാത്ത ഒരു സ്ഥലം കേരളത്തിലുണ്ടെങ്കിൽ അതൊരു പക്ഷേ തൃക്കാക്കരയായിരിക്കും. കാരണം വെച്ചാൽ യാതൊരു പദ്ധതികളും വന്നിട്ടില്ല. പ്രത്യേകിച്ച് കുടിവെള്ള പ്രശ്നമൊക്കെ ധാരാളമുള്ളൊരു പ്രശ്നമാണ്. മാലിന്യ പ്രശ്നങ്ങൾ, ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു പരിഹാരവും കാണാൻ കഴിയാത്ത ഒരു 5 വർഷവും കടന്നുപോയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റം വേണമെന്ന്. കാരണം തൃക്കാക്കര ആളുകൾ കേരളം മുഴുവൻ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും അവിടെ നിന്നൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന മാറ്റം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇവിടുത്തെ അവസ്ഥയും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിനായിട്ട് ഇപ്രാവശ്യം അവർ വോട്ട് ചെയ്യുന്ന യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമല്ല, നേരത്തെയും ഈ പറഞ്ഞ പോലെ പ്രചരണത്തിന് സജീവം വരുന്നത് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം, ബ്ലോക്ക് പഞ്ചായത്ത് അതോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രചരണം ഒക്കെ വലിയ രീതിയിൽ തന്നെ എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാം അല്ലേ? കുഴപ്പമില്ലാതെ കഴിഞ്ഞ ബൈ ഇലക്ഷന് പാലാരിവട്ടത്ത് ഞാനുണ്ടായിരുന്നു ഡോക്ടറുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട്. വലിയ ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും. തൃക്കാക്കരയിൽ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ്. തൃക്കാക്കരയിൽ നിന്നും ക്യാമറമാൻ ജിബിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.